ഹലോ ഫ്രണ്ട്സ്, മൂന്ന് ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഏത് ആഘോഷമായാലും, ഓണായാലും, പെരുന്നാളായാലും, വിഷു ആയാലും, ക്രിസ്മസ് ആയാലും രാവിലെ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും എല്ലാം കൂടി ഒരുമിച്ച് റെഡിയാക്കാൻ. അങ്ങനെയുള്ള തിരക്ക് പിടിച്ച സമയങ്ങളിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓണത്തിന് തന്നെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുപയർ ഞാൻ കുതിർത്തൊന്നും വെച്ചിട്ടില്ല, ഡയറക്റ്റ് എടുക്കുകയാണ്. നമ്മൾ കുക്കറിലാണല്ലോ വേവിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് 1 കപ്പ് ചെറുപയറിന് 3 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. നമ്മൾ കുതിർത്ത് വെച്ച ചെറുപയറാണെങ്കിൽ 2 കപ്പ് ഒഴിച്ചാൽ മതി. ഇത് കുതിർക്കാത്തതായതുകൊണ്ട് 3 കപ്പ് വെള്ളം ഒഴിക്കണം. ഇനി നല്ലപോലെ അടച്ച ശേഷം നമുക്കിതൊന്ന് ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വന്ന ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് 3 വിസിൽ വരണം. അപ്പോഴേ ഈ നല്ല പെർഫെക്റ്റായിട്ട് നല്ല പാകത്തിന് വെന്ത് കിട്ടും ചെറുപയർ. അപ്പോൾ നമുക്ക് 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് 3 വിസിൽ വരേണ്ടത്. ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി ഞാൻ തുറന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഞാൻ 1 കപ്പ് ശർക്കരപ്പാനി ഒഴിക്കുന്നുണ്ട്. അതായത് 200 ഗ്രാം ശർക്കര ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ശർക്കരപ്പാനി തന്നെ ഉണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളക്കണം. കാരണം നമ്മുടെ ഈ ശർക്കരയുടെ ടേസ്റ്റ് നമ്മുടെ ചെറുപയറിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങണം. എങ്കിലും നമ്മുടെ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. മൊത്തം 1 ലിറ്റർ പാലാണ് വേണ്ടത്. അതിൻ്റെ നേർപകുതി ആദ്യം ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ പാൽ മൊത്തത്തിൽ ആദ്യം തന്നെ ഒഴിക്കരുത്. ആദ്യം 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബാക്കി 1/2 ലിറ്റർ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് കുറച്ച് നേരം തിളപ്പിക്കുക. ഒരു 5-6 മിനിറ്റ് തിളക്കുന്ന സമയത്ത് ഇതൊന്ന് തിക്കായി വരും. തിക്കായി വന്നതിന് ശേഷമാണ് ബാക്കി 1/2 ലിറ്റർ പാൽ ഒഴിക്കേണ്ടത്. ഇത് കണ്ടോ, അപ്പോൾ കുറച്ചൊന്ന് തിക്കായി വന്നില്ലേ. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. മൊത്തം 1 ലിറ്റർ പാല് കറക്റ്റ് ആയിരിക്കും ഈ 1 കപ്പ് ചെറുപയർ പായസത്തിലേക്കിട്ട്. നമ്മൾ 1 കപ്പ് ചെറുപയറാണല്ലോ എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ 2 കപ്പ് ചെറുപയർ എടുക്കുകയാണെങ്കിൽ 2 ലിറ്റർ പാലെടുക്കുക. ഒക്കെ ഡബിളാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ പായസം ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളക്കട്ടെ. ഇതൊന്നും കൂടി തിക്കായി വരണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് കണ്ടോ, ചെറുപയർ കണ്ടോ, നല്ലൊരു കളറൊക്കെ ആയിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഈ ഒരു പായസം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പായസമാണ്. നമുക്ക് ഓണസദ്യയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് കൂടുതൽ മെനക്കെടൊന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്നൊരു പായസമാണ്. ഇപ്പോൾ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഇത്ര ഈസി ആവില്ല. തേങ്ങ ചിരവി പാലെടുക്കലൊരു ബുദ്ധിമുട്ടുള്ള ഏർപ്പാട് തന്നെയാണ്. പാലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു പായസത്തിന്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഒന്ന് വറുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ എല്ലാ പായസത്തിലും ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ വെറും 3 ഇൻഗ്രീഡിയൻസേ ഈ ഒരു പായസത്തിലേക്ക് ആവശ്യമുള്ളൂ. കാര്യമായിട്ട് ചെറുപയറും ശർക്കരയും പാലും. ഇത് കണ്ടോ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് തണുക്കുന്ന സമയത്ത് ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പായസമാണ്. എല്ലാവരും ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.